Hi everyone, this is Jebinsi from Evika. നമ്മുടെ iOS 8ൻ്റെ പബ്ലിക് ബീറ്റ ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാനുണ്ട്. സോ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും സെപ്റ്റംബർ വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല. ആ ഒരു ആകാംക്ഷ കാരണം അടിപൊളിയായ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, കൺട്രോൾ സെൻറ്റർ, ആപ്പ് ലോക്കിംഗ്, ഫോട്ടോ, കാൽക്കുലേറ്റർ എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ജാം പാക്ക് ചെയ്താണ് iOS 18 വന്നിരിക്കുന്നത്. സോ നമ്മൾ എല്ലാവരും iOS 8ൻ്റെ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ആലോചിക്കുന്നത് പണി കിട്ടി. കാരണം ആ ഒരു ആലോചന നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എന്നെപ്പോലെ ഈ ഒരു പണി നിങ്ങൾക്ക് കിട്ടുക. എന്താണെന്നല്ലേ ബഗ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബഗ് വരുന്നതെന്ന് പറയും, നിങ്ങളുടെ പ്രൈമറി ഫോണാണെങ്കിൽ വാട്സപ്പൊക്കെ ഇതേപോലെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തെങ്കിലും നിങ്ങളുടെ പ്രൈമറി ഫോണിലാണ് ഈ പറഞ്ഞ ബീറ്റാസ് ഉണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് ഇടുക. ഇങ്ങനെ തന്നെ ബഗ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടം പണി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ പ്രൈമറി ഡിവൈസിൽ ഞാൻ iOS 18 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ വാട്സപ്പ് അടിച്ചുപോയി. ഇതേപോലെ നിങ്ങളുടെ ഡിവൈസിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിനാൽ അപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് iOS 8 നിന്ന് iOS 7ലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യണം. ഇത് നമുക്ക് 2 മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന ആദ്യത്തെ മെത്തേഡാണ് ഏറ്റവും റിലയബിൾ ആയത്, കാശ് മുടക്കമില്ല. അതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺഗ്രേഡ് ചെയ്യാമെന്നാണ്. പക്ഷേ ഈ ഡൗൺഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്ഗ്രേഡിങ് പോലെ അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് പോലെ അത്രയും സിമ്പിളല്ല ഡൗൺഗ്രേഡിങ്, താഴത്തേക്ക് വരിക. അതിന് കുറച്ചധികം പണികളുണ്ട്, കുറച്ചധികം റിസ്കുകളുണ്ട്. സോ ഏറ്റവും ആദ്യം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലും ഡൗൺഗ്രേഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഫണ്ടമെൻ്റലായി ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ബാക്കപ്പ് ചെയ്യുക. ഐട്യൂൺസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, അത് വിൻഡോസ് ആയിക്കോട്ടെ മാക്ബുക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോൺ എന്തായാലും ബാക്കപ്പ് ചെയ്യുക. ഐക്ലൗഡിൽ ബാക്കപ്പ് ചെയ്യാൻ സ്റ്റോറേജ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ അത്രയും സ്റ്റോറേജ് ഇല്ലെങ്കിലും അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐക്ലൗഡ് ബാക്കപ്പ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പ്ലാൻ ഇല്ലെങ്കിലും എന്തായാലും ഈ പറഞ്ഞ വിൻഡോസിലോ മാക്ബുക്കിലോ ബാക്കപ്പ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോയിൽ 2 മെത്തഡാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറയുന്നത്. ഒന്നാമത് ഐട്യൂൺസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസ് ഡൗൺഗ്രേഡ് ചെയ്യുക. പക്ഷേ ഐട്യൂൺസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നല്ലേ, ഒന്ന്, നമുക്ക് എറർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തത്, ഈ പറയുന്ന ഐട്യൂൺസ് ഉപയോഗിച്ച് നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ മോഡല്, അതിൻ്റെ സീരിയൽ, അതേപോലെ ഏത് ഫേംവെയർ ആണ് നമുക്ക് അപ്പം കറൻ്റ്ലി ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആപ്പിൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു iOS നമുക്ക് ലഭിക്കില്ല. കറൻ്റ്ലി ഇപ്പോൾ ആപ്പിൾ റോൾ ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയർ ആണോ അതാണ് നമുക്ക് ലഭിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലി തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുറച്ചധികം തൊല്ലയാണ് ഈ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ്, അതായത് ഈ പറഞ്ഞ ഐട്യൂൺസ് ഉപയോഗിച്ച് ഡൗൺഗ്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ്, ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിന് തീർക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ടെനോഷെയറിൻ്റെ റീഐബൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനാണ്. സിംഗിൾ ക്ലിക്കിൽ ഈ പറഞ്ഞ റിക്കവറി മോഡ്, സിംഗിൾ ക്ലിക്കിൽ റിക്കവറി മോഡ് എക്സിറ്റ്, അതുപോലെ അപ്ഗ്രേഡിങ്, ഡൗൺഗ്രേഡിങ്, ഏകദേശം 150-ന് മുകളിൽ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ കിട്ടും. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ iOS 8 നിന്ന് iOS 17ലേക്ക് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ടെനോഷെയറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ടെനോഷെയർ റീഐബൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റിപ്പയർ ആൻഡ് റിക്കവറി എന്നുള്ള ഓപ്ഷനിൽ കുറേയധികം ഓപ്ഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ റീഐബൂട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പാസ്വേഡും ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ ഫോർ യു കീ എന്നുള്ള ഓപ്ഷനും അതേപോലെ ഐ കെയർ ഫോൺ എന്ന് പറഞ്ഞ കുറേയധികം ഓപ്ഷൻസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ടെനോഷെയറിൻ്റെ റീഐബൂട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇനി ഞാൻ പിന്നീട് ഡൗൺലോഡ് ചെയ്യാത്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർഫേസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാം സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ റിക്കവറി മോഡ്, എൻട്രി ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, അതേപോലെ ഡൗൺഗ്രേഡും അപ്ഗ്രേഡും iOS ഉണ്ട്, ആൻറ്റി ഡാറ്റ റിക്കവറി ഉണ്ട്, അതേപോലെ 1 ക്ലിക്ക് റീസെറ്റ് ഉണ്ട്, കുറേയധികം മോർ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും,
എൻ്റെ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഐഫോൺ XR ആണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തത് തന്നെ ആ ഒരു ഡിവൈസും ബാക്കി കാര്യങ്ങളും അവിടെ കണക്റ്റഡ് എന്നൊന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇതേപോലെ നിങ്ങളുടെ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസോ അല്ലെങ്കിൽ iOS 17 നിന്ന് ഏത് ഡിവൈസാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ആ ഒരു ഡിവൈസോ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണിക്കും. ഇവിടെ iOSൻ്റെ അപ്ഗ്രേഡ്/ഡൗൺഗ്രേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കീപ് ഡാറ്റ എന്നാണ് അപ്ഗ്രേഡിലുള്ളത്. അപ്ഗ്രേഡിൽ നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാവില്ല, പക്ഷേ ഈ പറഞ്ഞ ഡൗൺഗ്രേഡിൽ നമുക്ക് ഡാറ്റ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എന്തുകൊണ്ട് നിങ്ങൾ നോക്കി വെക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ബാക്കപ്പ് എടുക്കുക എന്നുള്ളത്. അതിനുശേഷം ഞാൻ നേരെ ഈ പറഞ്ഞ ഡൗൺഗ്രേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഗെറ്റിംഗ് ഫേംവെയർ വെർഷൻ പ്ലീസ് വെയിറ്റ് എന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അടിപൊളിയായ ഫീച്ചർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മോഡൽ ഈ പറഞ്ഞ ഐഫോൺ XR എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ആപ്പിൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന ആ ഒരു OSൻ്റെ ഫേംവെയർ വെർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. iOS 17.5.1 എന്നാണ് ഇപ്പോൾ ആപ്പിൾ റോൾ ഔട്ട് ചെയ്യുന്ന ആ ഒരു വെർഷൻ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഫേംവെയറിൻ്റെ IPSW ഫയല് എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് കിടക്കുക ആ ഒരു പാത്തും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു ഫേംവെയറിൻ്റെ ഓപ്ഷൻ ഓൾറെഡി റെഡിയാണ്. ഞാൻ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഡൗൺഗ്രേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ക്രോസ് വേർഷനായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. കാരണം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്താണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനും അതേപോലെ ബാക്കി കാര്യങ്ങളും ഉറപ്പായിട്ടും സ്റ്റേബിളാണെന്ന് വരുത്തുക. അതിനുശേഷം ഡൗൺഗ്രേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫേംവെയർ ഏകദേശം 7 GB 8 GB വരുന്ന ആ ഒരു പാക്കേജ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഡൗൺഗ്രേഡ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ കാര്യങ്ങൾ എല്ലാം ഒരു സിംഗിൾ ക്ലിക്കിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഐഫോൺ XR ആ ഒരു പ്രോഗ്രസ് ബാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബൂട്ടപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇനീഷ്യൽ പ്രോസസ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡിവൈസിൽ ഇനി ബൂട്ടപ്പായി വരാൻ പോകുന്നത് iOS 17 ആയിരിക്കും. സോ ഇതേപോലെ നിങ്ങൾക്കും ആവശ്യമുള്ള ആ ഒരു നെസസറി കാര്യങ്ങളാണ് ഈ പറഞ്ഞ അപ്ഗ്രേഡിങ്ങും അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും. സോ ഡൗൺഗ്രേഡ് ചെയ്യുമ്പോഴും അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ബാക്കപ്പ് ചെയ്യുക. അതേപോലെ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഫൈൻഡ് മൈ ഓഫ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡിവൈസിന് കുറച്ചും കൂടെ എന്താ പറയുക പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി എൻ്റെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നോക്കാം. ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻ്റ് ആയിട്ടും ഇടണം. സോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഡിവൈസ് കംപ്ലീറ്റ് ഒരു പുതിയ ഫോണായിട്ടാണ് ഇവിടെ റീസ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ iOS 17 വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്കും നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ടും അതേപോലെ റിലയബിൾ ആയിട്ടും ചെയ്യാൻ പറ്റും. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കാര്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ സജഷൻസ് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evica. Have a nice day.